സ്മാർത്ഥ വിചാരം ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് സ്മാർത്ഥ വിചാരം എന്നുള്ള വാക്ക് തന്നെ കേൾക്കാത്ത ആൾക്കാരുണ്ടല്ലോ. മലയാളികൾ തന്നെയുണ്ട്. അപ്പോൾ അന്തർജനത്തെ വിവർത്തനം ചെയ്യാൻ അത്ര എളുപ്പമല്ല. അല്ല, ഇപ്പോഴും വിവർത്തനം ചെയ്യാൻ പറ്റാത്ത, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് നിൽക്കുന്ന മലയാള വാക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാനുണ്ടോ? ഒരുപാട്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വരേണ്ടി വരും. സ്മാർത്ഥ വിചാരത്തെ കുറിച്ച് പറഞ്ഞു. സ്മാർത്ഥ വിചാരം ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് സ്മാർത്ഥ വിചാരം എന്നുള്ള വാക്ക് തന്നെ കേൾക്കാത്ത ആൾക്കാരുണ്ടല്ലോ. മലയാളികൾ തന്നെയുണ്ട്. മലയാളിയിലാണ്. ഇപ്പൊ അതൊന്നും നടക്കണില്ലല്ലോ. ഒന്നാമത് ഒരു ഫാമിലിയുടെ ഉള്ളിലെ ഒരു ഫാമിലി മെമ്പർ അങ്ങനെ ഒരു വിചാരം നിശ്ചയിച്ച ഇവരെയൊക്കെ കൊണ്ട് സ്മാർത്തന്മാരെയൊക്കെ ഇരുത്തി അത് ചെയ്യിച്ച് ഒക്കെ നടക്കുന്ന കാര്യമാണ്. അതെ അതെ അതെ. അപ്പോൾ അന്തർജനത്തെ വിവർത്തനം ചെയ്യാൻ അത്ര എളുപ്പമല്ല. അല്ല, ഒട്ടുമല്ല. അന്തർജനത്തിന് പ്രോസ് വളരെ റിച്ചാണ്. ചിലതൊക്കെ വളരെ സിമ്പിളായിരിക്കും സ്റ്റോറീസ്. ഇപ്പോൾ എന്താണ് ചെറിയ ഫാമിലി സ്റ്റോറീസൊക്കെ ഉള്ളൂ, അതിലൊന്നും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ചില രീതികളും അവരുടെ ചില വിശ്വാസങ്ങളും ഒക്കെ വരും അതിൽ. അല്ലാതെ ഭാഷയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കൺവേ ചെയ്തു എന്ന് വിചാരിക്കുകയല്ലാണ്ട് എനിക്ക് തീർച്ച പറയാൻ പറ്റില്ല അത് ഒരാൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചെയ്തത്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.